കൃഷി ചെയ്യണമെങ്കിൽ ഭൂമി വേണമല്ലോ. ഭൂമി ആരുടെ കയ്യിലാണ്? ഭൂമി പരമ്പരാഗതമായിട്ട് പലരുടെ കയ്യിലും ഭൂമി കൈവശം ഉണ്ടായിരുന്നവരുടെ കയ്യിൽ തന്നെയാണ് ഭൂമി. കൃഷിഭൂമി അങ്ങനെ അധികം കൈമാറ്റം ചെയ്യപ്പെടാറില്ലല്ലോ, വാങ്ങാനും വിൽക്കാനോ ഒന്നും. അല്ലെങ്കിൽ ലാൻഡ് അധികം ലിക്വിഡ് അസറ്റ് അല്ല. കൃഷിഭൂമി ആർക്കും വാങ്ങാനൊന്നും കേരളത്തിൽ താല്പര്യമില്ല, സ്ഥിരം കുറച്ച് പേരുടെ കയ്യിൽ തന്നെയാണ്. അതിനാ ഞാൻ കൃഷി ലാഭമാണെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കൈവക്കാം. ലാഭമാണെന്ന് ഇത്രയും പേര് വിശ്വസിക്കണം. നഷ്ടമാണ്, ഒരു രക്ഷയില്ലാത്തതാണെന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെയും. ഞാൻ ഈ സെക്ടറിൽ വന്നതിന് ശേഷം തിരിച്ചറിഞ്ഞൊരു സത്യമാണ്, കൃഷി പോലെ ലാഭം എന്ന നിലവിൽ പരിപാടിയില്ല. അതിന്റെ റിട്ടേൺസ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലുമാണ്. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ROI റേഞ്ചിങ് ഫ്രം 30% to 440%. അത്രയും ഉള്ളത് വിളവുകൾ ഓൾറെഡി എനിക്കറിയാം. ഇതിനുള്ളിൽ ഇനി ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യണമെങ്കിൽ ഭൂമി വേണമല്ലോ. ഭൂമി ആരുടെ കയ്യിലാണ്? ഭൂമി പരമ്പരാഗതമായിട്ട് പലരുടെ കയ്യിലും ഭൂമി കൈവശം ഉണ്ടായിരുന്നവരുടെ കയ്യിൽ തന്നെയാണ് ഭൂമി. കൃഷിഭൂമി അങ്ങനെ അധികം കൈമാറ്റം ചെയ്യപ്പെടാറില്ലല്ലോ, വാങ്ങാനും വിൽക്കാനോ ഒന്നും. അല്ലെങ്കിൽ ലാൻഡ് അധികം ലിക്വിഡ് അസറ്റ് അല്ല. കൃഷിഭൂമി ആർക്കും വാങ്ങാനൊന്നും കേരളത്തിൽ താല്പര്യമില്ല, സ്ഥിരം കുറച്ച് പേരുടെ കയ്യിൽ തന്നെയാണ്. ഇപ്പൊ ഇവരുടെ പ്രൈമറി ഇൻകം ഇപ്പൊ കൃഷി അല്ല. ഇവരെല്ലാവരും മൂവിങ് ആണ്. അവര് വേറെ പഠിച്ചിട്ടുണ്ട്, പ്രൊഫഷണൽസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ടുണ്ട്. ഈ കൃഷി എത്രത്തോളം കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു ഏർജ് ഒന്നും ഇപ്പൊ അവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കിടക്കുന്ന കുറെ കൃഷിയാണ് എന്നുള്ളത്. അങ്ങനെ കൃഷി ചെയ്തിട്ട് ലാഭം വേണമെന്ന് വാശി പിടിക്കുന്നത്, പണിയെടുക്കാതെ വളരെ പാസീവായിട്ട് ഇൻകം കിട്ടുന്നത് റബ്ബർ പോലത്തെ, അല്ലെങ്കിൽ അങ്ങനെ പാസീവ് എന്ന് പറയാൻ അതിനകത്ത് പണിയൊന്നും ഇല്ല എന്നല്ല, പക്ഷെ റിലേറ്റീവ്ലി പാസീവാണ്. പ്ലാന്റേഷൻ ക്രോപ്സും ഇതൊക്കെ ചെയ്തിട്ടിരുന്ന് നമ്മൾ വലിയ കർഷകരാണെന്ന് അസ്യൂം ചെയ്ത് ദാറ്റ് ഈസ് നോട്ട് കൃഷി. ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയും അതുപോലെ ബിസിനസ് അക്യുമെന്റ്, ശരിക്കും നേരത്തെ പറഞ്ഞ ഒരു ആന്ത്രപ്രനേറിയൽ വൈബ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞല്ലോ, അതുമായിട്ട് കണക്റ്റഡ് ആണ് അൺഫോർച്ചുനേറ്റ്ലി കൃഷിയുടെയും അവസ്ഥ. കാരണം കൃഷി അറിയുന്ന എല്ലാവർക്കും ബിസിനസ് അറിയണമെന്നില്ല. നല്ലൊരു ഡോക്ടറുണ്ട്, നല്ല സർജൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ആശുപത്രി നടത്താൻ പറഞ്ഞാൽ, മാനേജ് ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് സാധിക്കണമെന്നില്ല. അപൂർവം ചില ഡോക്ടേഴ്സിന് മാത്രമേ ഒരു ആശുപത്രി നടത്താനുള്ള സ്കിൽ ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഒരു ബിസിനസ് ആയിട്ട് കണ്ട് കൃഷിയിൽ ഒരു സ്കെയിലപ്പ് ചെയ്തിട്ടൊക്കെ ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ് കേരളത്തിൽ അൺഫോർച്ചുനേറ്റ്ലി ഉള്ളത്. പക്ഷെ ബിസിനസ് ഇൻഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി മാജിക്കൽ. നമുക്ക് ഒരു 10 ഏക്കർ പ്ലാവ് നട്ടു വിചാരിച്ചു, അതിൽ നിന്ന് ഒരു വർഷം എത്ര വരുമാനം കിട്ടുന്ന ആരെങ്കിലും ഒരു ഗസ് അടിക്കാം. 10 ഏക്കറിൽ പ്ലാവ് മാത്രം, ഓണപ്പുറം പ്ലാവേ ഉള്ളൂ. ചുമ്മാ ഒരു നമ്പർ പറയും. 10 ഏക്കർ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു 20 ലക്ഷത്തിന് മേലോട്ടാണ് പ്രോഫിറ്റ് ആണ്. ചെലവെല്ലാം കഴിച്ച് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്, ടാക്സ് ഫ്രീ ആണ്. സെക്ഷൻ 10(1) ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പൂർണ്ണമായിട്ട് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ 10 ഏക്കർ പ്ലാവ് നട്ടിട്ട് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് 20 ലക്ഷം നിങ്ങളുടെ പോക്കറ്റിൽ വിത്തൗട്ട് ടാക്സ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇത് സത്യമാണ്. ഇതിന് ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്, ലോവർ എൻഡ് എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതിന്റെ മേലോട്ടുള്ളത് പറഞ്ഞാൽ തണ്ണിമത്തം ചെയ്തെന്ന് വിചാരിച്ചു. തണ്ണിമത്തം ചെയ്യുകയാണെങ്കിൽ ഒരു 3.5 കോടിയാണ്. 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ 3.5 കോടി പ്രോഫിറ്റ്. ഇതൊരു വീണ്ടും എക്സാമ്പിൾ പറഞ്ഞത് നട്ട്മേക്കുണ്ട്, ഹൈ ഇപ്പൊ റംബുട്ടാൻ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട്, ഇതൊക്കെ ഇതിന്റെയൊക്കെ മേലെ പോകുന്നതാണ്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ തെങ്ങോ ഇതൊക്കെ നട്ടിട്ട് ഒരു വിളവ് മാത്രം വരും. മോണോക്രോപ്പ് ഒക്കെ ചെയ്യുന്ന കാലം കഴിഞ്ഞു, ഇന്റർക്രോപ്പിന്റെ കാലമാണ്. ഇന്റർക്രോപ്പ് മാത്രമല്ല, ഇൻ സക്സഷൻ. ഇപ്പൊ തണ്ണിമത്തം ചെയ്താൽ എനിക്ക് 3 മാസത്തിൽ വിളവെടുക്കാം, പിന്നെ ബാക്കി മാസം എന്ത് ചെയ്യും? വേറെ എന്ത് നടും? വേറെ സ്വീറ്റ് കോൺ ആയിരിക്കും നടന്നത്, വേറെ എന്തെങ്കിലും നടുമായിരിക്കും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാരലായിട്ട് പല വിളവുകൾ പോകും. തണ്ണിമത്തം നടന്നതിന്റെ ഇടയിൽ എനിക്ക് പച്ചമുളകും നടാം. പച്ചമുളകിന് ഇപ്പൊ എന്താ വില എന്ന് പറയാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 10 ഏക്കറിനകത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ വളരെ സിമ്പിൾ ആയിട്ടൊരു 40 lakhs വരെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പ്രോഫിറ്റ് പ്രോഫിറ്റ് ടേൺ ഓവർ ഒന്നുമല്ല, പ്രോഫിറ്റ് ആണ് പറഞ്ഞത്. ഇത് കൂടാതെ ഫ്ലോറിക്കൾച്ചർ, ഹോർട്ടിക്കൾച്ചറിനകത്ത് വരുന്ന പല ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. ഫ്രൂട്ട്സും മറ്റതൊക്കെ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ പറ്റുന്നത്. ചെറുതായിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ വാല്യൂ പെട്ടെന്ന് പോകാം. ഇപ്പോൾ വെളുത്തുള്ളി
വെളുത്തുള്ളി സാധാരണ കൃഷി ചെയ്തിട്ട് അത് പ്രോസസ് സ്മോക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നല്ല ഭംഗിയാണ് സ്മോക്കിങ്, ഇങ്ങനെ മേലെ അതിൽ തൂക്കിയിട്ടിരിക്കും. സ്മോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ROI ആണ് ഞാൻ പറഞ്ഞത് 440% ROI കിട്ടുന്ന എന്ത് ബിസിനസ് ഉണ്ട്? അപ്പൊ ചോദിക്കുക റിസ്ക് ഇല്ലേ? റിസ്ക് ഏത് ബിസിനസ്സിനല്ലാത്തത് ഇതിലുണ്ട്. നിങ്ങൾ ഒരു തുണി കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കില്ലേ? തുണി കത്തിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ കൃഷിയിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് എടുക്കാത്തെന്ന് ആലോചിച്ചിട്ടുണ്ട്. വളരെ ഇൻക്രിമെന്റൽ ചെറിയ എക്സ്പെൻസസ് സത്യത്തിൽ ഇൻഷുറൻസിന് ആവശ്യമുള്ളൂ. കാരണം വേറെ ഏത് മേഖലയെക്കാട്ടിലും കൃഷിയിലും ഇൻഷുറൻസിന്റെ ചെലവ് സർക്കാരാണ് എടുക്കുന്നത്. നിങ്ങൾ അടയ്ക്കാൻ പോകുന്നത് 2ഉം 3ഉം ഈ ഹോർട്ടിക്രോപ്പുകൾക്കാണെങ്കിൽ 5% ഓഫ് പ്രീമിയം മാത്രമാണ്. പ്രീമിയത്തിന്റെ 5% അടയ്ക്കാൻ എന്താ മതി? ഇത് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ശരിക്കും നിങ്ങൾക്ക് ക്രോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ അപേക്ഷിക്കുക പോലും വേണ്ട. വെതർ പാരാമീറ്റേഴ്സ് എടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരികയാണ്. ഇത് ഇനി പോട്ടെ, വേറെ ഏതെങ്കിലും ബിസിനസ് നിങ്ങൾ ചെയ്താൽ നഷ്ടം ഉണ്ടാവില്ലേ? നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ സർക്കാരോ ആരെങ്കിലും വരുമോ? കൃഷിയിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായാൽ ആദ്യം സ്റ്റെപ്പിൻ ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റാണ്. വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയിട്ട് പൈസ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ തന്നെ വരുമല്ലോ 30% ടാക്സ് മേടിക്കുക. ഇവിടെ അതുമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നഷ്ടമാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്താ പറയാനുള്ളത്? എനിക്ക് വാക്കുകളില്ല. അപ്പൊ നഷ്ടമൊന്നുമല്ല. ഇത് ചെയ്യാൻ നേരത്തെ പറഞ്ഞ ഒരു ആന്ത്രപ്രനേറിയൽ വൈബുള്ള ആൾക്കാരെ ഇറങ്ങണം എന്നുള്ളതാണ്. അപ്പൊ അതില് ഇത് നടക്കാത്ത കാര്യമോ ഇത് പുതിയൊരു കണ്ടുപിടുത്തമൊന്നുമല്ല. മലയാളികൾ തന്നെ ഇഷ്ടം പോലെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരേക്കർ കണക്കിന് എടുത്ത് ചെയ്യുക. പിന്നെ ഇവിടെ എല്ലാത്തിനും നേരത്തെ പറഞ്ഞല്ലോ ഒരു ചെയ്യാതിരിക്കാനുള്ള എക്സ്ക്യൂസസും പലതും ഉണ്ടാവും. ഇപ്പം ഇവിടെ പാട്ടത്തിന് ഭൂമിയില്ല, അല്ലെങ്കിൽ ഭൂമി അഗ്രിഗേറ്റ് ചെയ്യുന്നത് പോലും ഇറ്റ് ഈസ് എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ശരിക്കും ഇപ്പൊ ഇനി ആന്ത്രപ്രനേഴ്സ് ഉണ്ട്. ബിസിനസ് അല്ലേ? ഒരു സ്റ്റാർട്ടപ്പിന് ടേക്കപ്പ് ചെയ്യാവുന്ന ബിസിനസ്സേ ഉള്ളൂ. ഓയോ എങ്ങനെയാ വന്നത്, അല്ലെങ്കിൽ ഊബർ എങ്ങനെയാ വന്നത്? നിലവിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഹോട്ടൽ റൂമുകൾ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു ഹോട്ടൽ പോലും സ്വന്തമായി ഓൺ ചെയ്യാത്ത ഓയോയും എയർബിഎൻബിയും ഏറ്റവും വലിയ ഹോട്ടൽ മുതലാളിമാരായി. സെയിം ഒരു ഫ്ലീറ്റ് പോലും ഇല്ലാത്ത ഊബർ വലിയ ടാക്സി മുതലാളിയായി. എന്ന് പറഞ്ഞ പോലെ ലാൻഡ് അഗ്രിഗേറ്റ് ചെയ്യാനും ഇത് അലോട്ട് ചെയ്യാനും ഒന്നും ഗവൺമെന്റിന് ഇടപെടേണ്ട കാര്യമില്ല. ഇറ്റ് ഇസ് ആക്ച്വലി സംതിങ് വിച്ച് കുഡ് ബി ഡൺ ബൈ ബിസിനസ്, ഫ്രീ ബിസിനസ്. അപ്പൊ ബിസിനസ് സെൻസ് ഉള്ള ആൾക്കാർ കൃഷിയുമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഭീകരമായിട്ട് ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ലോട്ടറിയാണ് ഞാൻ കാണുന്ന കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും വലിയ ഹോപ്പ്. ഇപ്പൊ ഹൈഡ്രോപോണിക്സ് ഒക്കെ, ഹൈഡ്രോപോണിക്സ് നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം ഹൈഡ്രോപോണിക്സ് എന്താണെന്ന്. ഹൈ ക്വാളിറ്റി ഫ്രൂട്ട്സും ലീഫി വെജിറ്റബിൾസും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. തോന്നിയ വിലക്ക് വിൽക്കാൻ പറ്റുന്ന സാധനം. ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ആകെ 10-20 സെന്റിനടുത്ത് ഹൈഡ്രോപോണിക്സ് ചെയ്യുന്നുണ്ട്. ആകെ ഒറ്റ ഇതേ ചെയ്യുന്നുള്ളൂ, മിന്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാ മാസവും അദ്ദേഹത്തിന് ആ ക്രോപ്പിൽ നിന്ന് മാത്രം 1 ലക്ഷം പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ എത്രയോ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ഇങ്ങനത്തെ സ്റ്റോറീസ് പറയുമ്പോൾ ഒരു അത്ഭുതം പോലെയാണ് പറയുന്നത്. അയ്യോ, ഒരു കർഷകൻ അത്ഭുതം കാണിച്ചു. അത്ഭുതമൊന്നുമല്ല, ഇത് സ്റ്റാൻഡേർഡാണ്. ഇത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ്. പക്ഷെ നമ്മളുടെ മീഡിയയിൽ കർഷകൻ എന്ന് പറഞ്ഞ ആരാ? വയസ്സായ ഒരു അപ്പാപ്പൻ ആകാശത്തോട്ട് നോക്കിയിട്ട് മഴ വരുമോ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇമേജറി കാരണം നഷ്ടമാണെന്നുള്ള ഒരു പോപ്പുലർ മിത്തും പടർത്തിയത് കാരണം ബിസിനസ്സുകാർ ഇതിലോട്ട് വരുന്നില്ല. ബിസിനസ്സുകാർ ഇതിലോട്ട് വന്നെങ്കിലല്ലേ ആ ബിസിനസ് സെൻസ് വരുള്ളൂ. കർഷകനായിട്ട് ഇരിക്കുകയും ബിസിനസ്സുകാരനായിട്ട് 2 വശത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് വരിക? സോ ആ ഒരു യോജിപ്പിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ. യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി പുതിയ ടെക്നോളജിയും ഇതൊക്കെ പഠിച്ചിട്ട് ശരിക്കും ഇറങ്ങി പൈസ ഉണ്ടാക്കി. ഇതിനകത്താണ് പൈസ ഉള്ളത്. ഒരു FPO രജിസ്റ്റർ ചെയ്യുകയോ അങ്ങനെ ഇവിടെ ഇതിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ആക്ച്വലി യു ഷുഡ് ബി ഡൂയിങ് ഇറ്റ്. പ്രശാന്ത് പറഞ്ഞതിനോട് യോജിച്ചും എതിർത്തും എനിക്ക് പല അഭിപ്രായമുണ്ട്. പക്ഷെ സമയത്തിന്റെ കുറവുകൊണ്ട് ഞാനത് ഇതിനെപ്പറ്റി പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറയണം. കേരളത്തിന്റെ ഫ്യൂച്ചറിനെ, പുരോഗതിയെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് നമ്മളുടെ മാരേജ് മാർക്കറ്റാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഈ മാരേജ് മാർക്കറ്റിൽ കർഷകന് വലിയൊരു ഡിമാൻഡില്ല. ഒരു കാലത്ത് കേരളത്തിലെ മാരേജ് മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള ഗൾഫുകാരനാണ്. അതുകൊണ്ടാണ് ഗൾഫിലേക്കുള്ളൊരു ഒഴുക്ക് വരുന്നത്. അതിനുശേഷം IT ആളുകളായി. അത് കഴിഞ്ഞ് പിന്നെ IT-ക്കാരെ വേണ്ട എന്നെല്ലാം മാരേജ് അഡ്വർടൈസ്മെന്റ് വന്നു.
ഇപ്പോൾ മാരേജ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഡിമാൻഡ് വിദേശത്ത് എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾക്ക്. അതുകൊണ്ട് മാത്രമല്ല, അതുൾപ്പെടെയുള്ള കാരണമുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് കേരളത്തിൽ ഈ മാരേജ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അതായത് അറേഞ്ച് മാരേജിൽ നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കി എടുക്കുന്ന ഒരു കാലം മാറി ആളുകൾ മറ്റുള്ള വികസിത രാജ്യങ്ങളിലെ പോലെ സ്വയം തീരുമാനമെടുത്ത് പങ്കാളികളെ കണ്ടെത്തുന്ന കാലത്താണ് എന്റർപ്രണർഷിപ്പിലാണെങ്കിലും കൃഷിയിലാണെങ്കിലുമുള്ള ആളുകൾക്ക് ആ പാർട്ട്നേഴ്സ് ഉണ്ടാകുന്നതും ആ പാർട്ട്ണർഷിപ്പ് നമ്മുടെ കരിയർ ചോയ്സിനെ ഡ്രൈവ് ചെയ്യാതിരിക്കുന്നതും എന്നെനിക്കൊരു അഭിപ്രായമാണ്. അത് ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ല, പറഞ്ഞതിനോട് ചേർത്ത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച സംസാരിച്ചുള്ളൂ ഒരു ഫാമർ, ഒരു കർഷകൻ, അദ്ദേഹത്തിന് എല്ലാ വർഷവും 40 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കൃഷിയിടമാണ്. 40 ലക്ഷം പ്രോഫിറ്റ് ആണ്. അതായത് ഏതാണ്ട് 1 കോടി അദ്ദേഹത്തിന് പോക്കറ്റിൽ വന്ന് വീഴുകയാണ് ആഫ്റ്റർ എവറി എക്സ്പെൻസ്. ഇദ്ദേഹത്തിന്റെ മകന് ഒരു സ്കൂളിൽ ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് മറ്റോ ചേർക്കാൻ വേണ്ടി പൈസ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ കാരണം പറഞ്ഞത് മുന്നേറ്റം പറഞ്ഞതാണ് ചെക്കനെ കിട്ടുന്നില്ല. കർഷകൻ എന്ന് പറയുമ്പോൾ ചെക്കനെ കിട്ടുന്നില്ല. അപ്പൊ അവിടെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ആണെന്ന് പറഞ്ഞ് കയറിയാൽ പിന്നെ പെണ്ണ് കിട്ടുന്നില്ല. പെണ്ണ് കിട്ടാനുള്ള അതിന് വേണ്ടി ചെയ്യാണ് ആക്ച്വലി ടു